Okay, good morning. Today we are going to learn a grammar portion, that is question tag, symbol 1. Okay. Question tag എന്താണ് നമുക്ക് പണ്ട് പോലെ പഠിച്ചു വരുന്ന കാര്യമാണ്. അതിൻ്റെ അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പക്ഷേ എന്നാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് നമുക്കൊന്ന് പഠിക്കാം. സിമ്പിളാണ് കാര്യങ്ങൾ. Question tags are the short questions that we put on the end of statement sentence and imperative sentences. ഒരു question tag എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം, ടാഗാണ്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വാക്ക് ഇതിൻ്റെ സെൻറ്റൻസാണ്. മെയിൻലി സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസോ അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെയോ അപ്പുറത്ത് കൊണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്. അതാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഒരു ചെറിയ ചോദ്യം, ഒറ്റ വാക്കിലുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയാണോ, അങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സംഭവമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ബാക്കി സംഭവം നോക്കാം. ഷീ ഈസ് എ സിംഗർ. ഷീ ഈസ് എ സിംഗർ അതൊരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസാണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസാണ്. അതെ, അവളൊരു പാട്ടുകാരിയാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസാണ്, അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ട ജോലി ഇതാണ്. ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ, ഇതാണ് കണ്ടുപിടിക്കേണ്ട ജോലി. ആ ജോലി കണ്ടുപിടിച്ചാൽ നമ്മുടെ പകുതി പരിപാടി കഴിയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വിടാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഇതിൻ്റെ ഫുൾ സംഭവം നമ്മളിന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ വരും, അപ്പോൾ ശ്രദ്ധിച്ചോണം. പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങൾ പറ. പോസിറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് റൂളുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇതാണ് റൂള്. പോസിറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. അഥവാ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നോക്കാം, എക്സാമ്പിൾ നോക്ക്. ഷീ ഈസ് എ ഡാൻസർ. അവളൊരു ഡാൻസറാണ്. അപ്പം അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്, അത് അങ്ങനെയാണോ എന്ന് ഉറപ്പിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഈസ് ഇൻ ഷീ എന്ന് ചോദിച്ചേക്കുന്നത്. ഈസ് ഇൻ ഷീ കണ്ടില്ല, അവിടെ നെഗറ്റീവ് ടാഗ് ഇട്ടു, പോസിറ്റീവാണ് സെൻറ്റൻസ്. അപ്പോൾ തിരിച്ചു പറയാം, ഷീ ഈസ് നോട്ട് എ ഡാൻസർ. അവിടെ നോട്ട് വന്നു. നോട്ട് എന്താണ്? നെഗറ്റീവ് ആണെന്നുള്ളതിൻ്റെ സൂചന, നെഗറ്റീവ് സെൻറ്റൻസ്. അപ്പം പോസിറ്റീവ് ടാഗ് ഈസ് ഷീ. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് കുറേ നിയമങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട് പുറകെ. ഫസ്റ്റ് പോയിൻറ്റ്, ആദ്യത്തെ കാര്യം, ഫൈൻഡ് ദ സെൻറ്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക, നമ്മൾ പറഞ്ഞ കാര്യമാണ്. സെക്കൻഡ് പോയിൻറ്റ്, ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ദ സെൻറ്റൻസ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പിലാണ്, അതായത് അസർട്ടീവോ സ്റ്റേറ്റ്മെൻറ്റോ ഡിക്ലറേറ്റീവ് ആണോ. ഈ അസർട്ടീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒരേ സാധനമാണ് കേട്ടോ. അതെല്ലാം ഒരു കാറ്റഗറി. അതായത് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഷീ ഈസ് എ സിംഗർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ പറയുന്ന സെൻറ്റൻസ് എല്ലാം നമ്മൾ ഈ കാറ്റഗറി വരും. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പറയുക, സ്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യുകയാണ്. അതിങ്ങനെയാണ്, ആ സംഭവം അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അവളൊരു പാട്ടുകാരിയാണ്, അവളൊരു ടീച്ചറാണ്, അല്ലെങ്കിൽ അവനൊരു ഇത് എന്തെങ്കിലും ക്രിക്കറ്റ് പ്ലെയറാണ് എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്യുകയാണ്, ഒരു കാര്യം നമ്മൾ സമർത്ഥിച്ച് പറയുന്നു, അത്രേ ഉള്ളൂ. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ചെയ്യുക. പ്ലീസ് ക്ലോസ് ദ ഡോർ, കം ഹിയർ, പ്ലീസ് ടേക്ക് ദ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർഡർ ഇടുക, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള സാധനമാണ് നമുക്ക് ഇത് ഇമ്പറേറ്റീവ്. അപ്പോൾ സെൻറ്റൻസ് ഇമ്പറേറ്റീവ് ആണോ അതോ സ്റ്റേറ്റ്മെൻ്റ് ആണോ നോക്കണം. അപ്പം നോക്കിക്കോ, സ്റ്റേറ്റ്മെൻറ്റ് ഓർ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കോ. ഷീ ഈസ് എ സിംഗർ, ഷീ ഈസ് എ ഡാൻസർ, ഹീ ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫാക്റ്റാണ്, സയൻറ്റിഫിക് ഫാക്റ്റ്, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ്. ആ സെൻറ്റൻസിൻ്റെ പ്രത്യേകത അതാണ്. അങ്ങനെയുള്ള സെൻറ്റൻസ് ഈ നമ്മുടെ അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് വരുന്നതാണ്. ഓക്കെ, ഇമ്പറേറ്റീവ് സെൻറ്റൻസസ്, കമാൻഡ് ഓർ റിക്വസ്റ്റ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് നാം പറഞ്ഞത് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണ്. ക്ലോസ് ദ ഡോർ, ബ്രിങ് മീ എ പീസ് ഓഫ് ചോക്ക്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, അങ്ങനെയൊക്കെ പറയുന്നതാണ് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്. അതാണ് ഇമ്പറേറ്റീവ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പുതുതായിട്ടൊന്നും ഇല്ലല്ലോ. അറിയാമോ ഈ വാക്കുകൾക്ക്? അറിയാവുന്നില്ല നേരത്തെ ഈ ഇമ്പറേറ്റീവും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. തേർഡ് പോയിൻറ്റ്, ഫൈൻഡ് ദ ഓക്സിലറി വെർബ്സ് ഗിവൺ ഇൻ എ സെൻറ്റൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പണിയാണ്. ഇത് നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കണം. അതായത് നമ്മളൊരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടാഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട പണി, അതിൽ ഓക്സിലറി വെർബ് എന്താണ് തന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഓക്സിലറി വെർബ് എന്താണെന്ന് നോക്കണം. ഒരു സെൻറ്റൻസിൽ മെയിൻ വെർബുണ്ട്. മെയിൻ വെർബ് അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ആം, ഈസ്, ആറ്, അല്ലെങ്കിൽ ഹാസ്, ഹാവ്,
ഡു ഡസ് എന്നൊക്കെ പറഞ്ഞ് വാസ് വെയർ ഹാഡ് ഡിഡ് ഇങ്ങനെ പറഞ്ഞ് കുറേ സംഭവം വരും. അപ്പോൾ ഈ സാധനം ഇത്ര കാണാൻ പിടിച്ച് വെക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് നീഡ്, മസ്റ്റ്, ഡെയർ, ഓട്ട് ടു, യൂസ് ടു. ഇതൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല. സെൻറ്റൻസിൽ ഇത് കിടപ്പുണ്ടാവും, പക്ഷേ നമ്മൾ വിചാരിക്കും ഓക്സിലറി ഇല്ലെന്ന്. വാസ്തവത്തിൽ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടാവും. ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് ഇതൊക്കെയാണ് ഓക്സിലറി. ഇതെല്ലാം അതുപോലെ നമ്മൾ കാണാൻ പഠിക്കണം. അങ്ങനെ ഒരു ജോലി നിങ്ങൾക്കുണ്ട്. ആ ജോലി നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇത് പഠിച്ച ശേഷം ഇനി നോക്കാം. 4th പോയിൻറ്റ്, നെവർ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ ദ ബിഗിനിങ് ഫോർ ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ അകത്തൊന്നും ശ്രദ്ധിച്ചോണം. ഈസിൻ്റെ ഇറ്റ്, ആറിൻ്റെ ദേ, ആമൈ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ അകത്ത് ക്യാപിറ്റൽ യൂസ് ചെയ്യല്ലേ, അത് റൂള് തെറ്റാണ്. ശരിക്കുള്ള ഫോർമാറ്റ് താഴെ പറഞ്ഞേക്കുന്നതാണ്, കണ്ടില്ലേ സ്ക്രീനിൽ കാണുന്ന. ഈസിൻ്റെ ഇറ്റ് സ്മോൾ ലെറ്റർ ഉപയോഗിച്ചേക്കുന്നത്, ഐയും അതുപോലെ എയും കണ്ടില്ലേ. ആം ഐ എന്ന് എഴുതിയേക്കുന്നിടത്ത് ഐ എന്നുള്ളത് ക്യാപിറ്റലാണ്. ആം ഐ മനസ്സിലായില്ലേ, അത് ഞാൻ എന്നുള്ള ഐ അതെപ്പോഴും ക്യാപിറ്റലാണ്. അത് സ്മോൾ ലെറ്റർ എഴുതാറില്ല ഇംഗ്ലീഷിൽ. അല്ലാതെ നമ്മൾ ഈസിൻ്റെ ഇറ്റ്, ആറിൻ്റെ ദേ ആ തുടങ്ങുന്ന ആ ഭാഗം എല്ലാം സ്മോൾ ലെറ്ററാണ്. ക്ലിയറായോ? അത്രയും ക്ലിയറായോ? പോയിൻറ്റ്. യൂസ് ക്വസ്റ്റ്യൻ മാർക്ക് വിത്ത് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് നിർബന്ധമായും ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിരിക്കണം. അതാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഈസിൻ്റെ ഇറ്റ്, ആറിൻ്റെ ദേ, ആമായി. ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് നിർബന്ധമാണ്. ഇനി നോക്കാം, ഇനി കുറച്ച് എക്സാമ്പിൾ നോക്കാം. ലെറ്റ്സ് ഗോ ത്രൂ എക്സാമ്പിൾസ്. ഷീ ഈസ് എ സിംഗർ. എന്താണ് ഉത്തരം? ഈസ് ഇൻ ഷീ. അടുത്തത്, ഷീ ഈസ് നോട്ട് എ സിംഗർ. ഈസ് ഷീ. ഇതൊക്കെ സിമ്പിളാണ്, സിമ്പിൾ ടു കോംപ്ലക്സാണ് പോകുന്നത്. ടീന ഈസ് എ സിംഗർ. ഈസ് ഇൻ ഷീ. ഈസിൻ്റെ ടീന നമ്മൾ പറയത്തില്ല, കാരണം ടീന അവിടെ നമ്മുടെ സബ്ജക്റ്റാണ്. ടീന നൗണാണ്. പക്ഷേ നമ്മളെപ്പോഴും യൂസ് ചെയ്യണം, ആ നിയമം പുറകെ പറയുന്നുണ്ട്, ഞാൻ പറയുമ്പോൾ പറയാം. ടീന ഈസ് നോട്ട് എ ഡാൻസർ എന്ന് പറയുമ്പോൾ ഈസ് ഷീ എന്ന് ചോദിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം അത്രയും. അപ്പോൾ എൻ്റെ കാര്യം എന്താ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇതാണ് സ്റ്റെപ്പ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. സെൻറ്റൻസ് ടൈപ്പ് ഏതാണെന്ന് അറിയണം. ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. ഓക്സിലറി വെർബ് ചിലപ്പോൾ തന്നിട്ടില്ലായിരിക്കും, അങ്ങനെയുള്ള കേസുണ്ട്. ഓക്സിലറി വെർബ് ചിലപ്പം സെൻറ്റൻസിൽ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. വെടി വെച്ച് വീഴ്ത്തുക, മെയിൻ വെർബ് പൊട്ടിച്ച് അതിൻ്റെ അതൊന്ന് ഓക്സിലറി വെർബിനെ നമ്മൾ പുറത്ത് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ജോലി. ഓക്കെ, ഇനി ചെക്ക് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് യൂസ് പ്രോനൗൺ ഇൻ ക്വസ്റ്റ്യൻ ടാഗ്. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യമാണത്. സബ്ജക്റ്റ് നോക്കുക. ഇപ്പം ഞാൻ ടീന എന്ന് പറഞ്ഞ പേരും പറഞ്ഞു മുമ്പേ നമ്മൾ കണ്ടതിൻ്റെ അകത്ത്. അപ്പം അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ടീനയാണ്, അത് നൗണാണ്. അപ്പോൾ നമ്മളവിടെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അവിടെ പ്രോനൗൺ യൂസ് ചെയ്യണം. കണ്ടേ, ഇപ്പോൾ കണ്ട എക്സാമ്പിൾ നോക്കാം. കണ്ടില്ലേ, ടീന ഈസ് നോട്ട് എ ഡാൻസർ, ടീന ഈസ് എ സിംഗർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ടീനയാണ് സബ്ജക്റ്റ്. അപ്പോൾ നമുക്കവിടെ ഈസ് ഉപയോഗിക്കണമെന്നറിയാം. ഈസ് ഓക്സിലറിയാണെന്നറിയാം. അപ്പം ടീന ഈസ് എ സിംഗർ എന്ന് പറയുമ്പം ഈസിൻ്റെ അവിടെ നമുക്ക് ടീനയ്ക്ക് പകരം ടീന ഒരു പെണ്ണാണ്, അപ്പം അതിന് പകരം യൂസ് ചെയ്യേണ്ടത് ഷീ ആണ്. അപ്പം ഈസിൻ്റെ ഷീ എന്ന് യൂസ് ചെയ്തു. അപ്പോൾ ഷീ അവിടെ പ്രോനൗണാണ്. കുറച്ച് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ഹാസ് ഇൻ ഹി. ഇവിടെ ഹാസ് ഉപയോഗിച്ചുള്ളൊരു എക്സാമ്പിൾ. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ഹാസ് ഇൻ ഹി. അവിടെ ഹാസ് വന്ന എന്താ കാരണം? ഹി ഹാസ്. അവിടെ ഹാസ് നമുക്ക് ഓക്സിലറി തന്നിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് ഹാസ് എടുത്തു. പിന്നെ അവിടെ ഹി ആണ് തന്നേക്കുന്നത്, അത് അതുപോലെ എടുത്ത് നമ്മളിവിടെ ഇപ്പുറത്തിട്ട് എഴുതി. പിന്നെ AR റഹ്മാൻ ഈസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. അതൊരാളുടെ പേരാണ്, അതൊരു നമുക്കറിയാം, അത് മെയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഈസിൻ്റെ ഹി, ഈസ് തന്നിട്ടുണ്ട്. AR റഹ്മാൻ ഈസാണ്. അപ്പോൾ ഈസിൻ്റെ നിന്ന് ഇട്ടു ഈസിൻ്റെ ഹി. വി ഹാവ് ടു യൂസ് എ പ്രോനൗൺ ആഫ്റ്റർ ഈസിൻറ്റ്, ഹാസിൻറ്റ്, ആറിൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈസിൻ്റെ അല്ലെ ഹാസിൻ്റെ ഈ പറഞ്ഞ സംഭവത്തിന് അപ്പുറത്ത് നമ്മളൊരു പ്രോനൗൺ കൊടുക്കണം. അതാണ് നമ്മുടെ മെയിൻ റൂൾ. ഇനി നോക്കാം. ഐ കുഡ് റൺ വെരി ഫാസ്റ്റ്. കുഡിൻ്റെ ഐ. അവിടെ കുഡ് വന്നുകൊണ്ട് കുഡിൻ്റെ ഐ എന്ന് ചോദിച്ചു. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ആറിൻ്റെ ദേ ചോദിച്ചു വന്നുകൊണ്ട് അവിടെ ആറിൻ്റെ ദേ എന്ന് വന്നു. ഇനി നിജോ സ്റ്റഡീസ് ഇംഗ്ലീഷ്. നിജോ സ്റ്റഡീസ് ഇംഗ്ലീഷ്. അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. നിജോ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇവിടെ നമുക്ക് ഓക്സിലറി തന്നിട്ടില്ല. നോ ഓക്സിലറി വെർബ് ഗിവൺ. അത് എങ്ങനെയാണെന്നുള്ളത്, അതെങ്ങനെയാണ് ചേർക്കുന്നതെന്ന് അറിയാം. എൻ്റെ റൂൾ എന്താണെന്നറിയാമോ? ഓക്കെ, നിജോ സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഇവിടെ നമുക്ക് പ്രശ്നം നമ്മുടെ മെയിൻ വെർബേ ഉള്ളൂ, അതായത് സ്റ്റഡി.
സ്റ്റഡിയാണ് മെയിൻ വെർബ്. അത് കണ്ടുപിടിക്കുന്ന രീതി ഇതാണ്. സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോണം. ഡു പ്ലസ് സ്റ്റഡി സ്റ്റഡിയാണ്. ഡസ് പ്ലസ് സ്റ്റഡി സ്റ്റഡീസ്. അതുപോലെ ഡിഡ് പ്ലസ് സ്റ്റഡി സ്റ്റഡീഡ്. ഇതാണ് റൂൾ. ഇതെല്ലാത്തിലും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട രീതിയാണ്. മെയിൻ ഓക്സിലറി ഇല്ലാതെ മെയിൻ വെർബ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു റൂള് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി വരുന്നുണ്ട്, എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നോക്കിക്കോ. നിജോ സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഇവിടെ സ്റ്റഡീസാണ്. ഇപ്പോൾ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് സ്റ്റഡി സ്റ്റഡീസാണ്. അതുകൊണ്ട് നമ്മളത് എടുത്തു. ഉത്തരം കണ്ടോ, ഡസ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിജോ സ്റ്റഡീസ് ഇംഗ്ലീഷ് ഡസിൻ്റെ ഹി. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ആ ഭാഗം അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായോ ഇപ്പം എങ്ങനെയാണെന്നുള്ളത്? രാധ ഡസ് നോട്ട് സ്റ്റഡി ഡസ് ഷീ. രാധ പഠിക്കത്തില്ല. അത് പഠിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ ഡസ് തന്നിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങനെ എടുത്തെഴുതി. പക്ഷേ ഇനി നോക്ക്, വി പ്ലേ ഫുട്ബോൾ. വി പ്ലേ ഫുട്ബോൾ. അവിടെ നമുക്ക് ഓക്സിലറി ഇല്ല, മുമ്പ് ഏതുപോലെ ചെയ്യണം. അപ്പം നോക്കിക്കോ, ഡോണ്ട് വി വന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു പ്ലസ് പ്ലേ പ്ലേ, ഡസ് പ്ലസ് പ്ലേ പ്ലേസ്, ഡിഡ് പ്ലസ് പ്ലേ അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ, സ്റ്റഡി എന്നായി പോയി. ഓക്കെ, അപ്പോൾ അവരുടെ ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ് എന്ന് വന്നത്. അപ്പം നമ്മുടെ ഉത്തരം ഇവിടെ ഇതാണ്, ഡു പ്ലസ് പ്ലേ അവിടെ വരുന്നത്. അപ്പം ഡോണ്ട് വി എന്ന് ഇട്ടു. വി ഏതാ അവിടെ സബ്ജക്റ്റ് വി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡോണ്ട് ചേർത്ത് എഴുതി. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇനി അധികം വേണ്ടായിരിക്കും. ഇനി അടുത്ത് നോക്കാം. സോനു ആൻഡ് സജി വർക്ക് ടുഗദർ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, 2 പേര് വരുന്നുണ്ട്. നമ്മളിതുവരെ ഒരാളുടെ സബ്ജക്റ്റ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, വി അല്ലെങ്കിൽ അതിലൊരാളുടെ പേര് പറയുന്നു, ഹീ ഷീ അതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 2 പേരാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. സോനു ആൻഡ് സജി വർക്ക് ടുഗദർ എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. 2 persons ആർ ദെയർ ഇൻ ദിസ് സെൻറ്റൻസ്, സോ വി ഹാവ് ടു യൂസ് ദേ ആസ് പ്രോനൗൺ. ഇവിടെ 2 വ്യക്തികൾ വരുന്നതുകൊണ്ട് 2 പേരെ നമ്മൾ ദേ എന്ന് പറയും. മനസ്സിലായില്ലേ? ദേ ആണ് അവിടെ പ്രോനൗണായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡോണ്ട് ദേ എന്ന് തന്നെ യൂസ് ചെയ്യുകയാണ്. ഡോണ്ട് ദേ വർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഡോണ്ട് ദേ വരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? മീന ആൻഡ് ഹെർ മദർ വെൻ ടു മുംബൈ. മീനയും അവളുടെ അമ്മയും കൂടെ മുംബൈക്ക് പോയി. അപ്പോൾ 2 പേരാണ്. അപ്പോൾ അവിടെ വെൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഗോസ് വെൻറ്റ് കണ്ടില്ലേ? അപ്പോൾ ഡു ഡസ് ഡിഡ്. അപ്പോൾ വെൻറ്റ് പറയുമ്പോൾ ഡിഡാണ്. അപ്പോൾ ഡിഡിൻ്റെ ദേ എന്നിവിടെ വരുന്നു. ഓക്കെ, ഇനി നോക്കാം. ഇനി ഇറ്റ് ഉപയോഗിച്ചുള്ള സംഭവമാണ് നോക്കുന്നത്. ഇറ്റ് യൂസിങ് ഇറ്റ് ആസ് പ്രോനൗൺ. ദിസ് ഈസ് എ ഗുഡ് ഐഡിയ ഈസിൻറ്റ് ഇറ്റ്. ഇത് നല്ല ഐഡിയ ആണ് അല്ലേ? നല്ലതല്ലേ എന്നാണ് ചോദ്യം. അപ്പം ഇനി റൂൾ ശ്രദ്ധിച്ചോണം. ഇറ്റ് പ്രോനൗൺ ആയിട്ട് വരുമ്പം നമ്മളിവിടെ എന്തൊക്കെ ചേർക്കണം എന്നുള്ളതാണ്. കണ്ടില്ല, ഈസിൻറ്റ് ഇറ്റ് അവിടെ വരുന്നു. ഈസിൻറ്റ് ഇറ്റ് എഴുതണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ബേബി, ചൈൽഡ്. ഈ വാക്കുകൾക്കെല്ലാം കൂടെ നമ്മൾ ഇറ്റ് ചേർക്കണം. അതുപോലെ എവറിതിങ്, നത്തിങ്, എനിതിങ്, സംതിങ്. എവറിതിങ്, നത്തിങ്, എനിതിങ്, സംതിങ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ സബ്ജക്റ്റ് ഈ കക്ഷികളാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ് ഇട്ടോണം. അത് പഠിച്ച് വെച്ചാലേ നമുക്ക് പറ്റുള്ളൂ. സിമ്പിളാണ്. ഇതിൽ കട്ടിയുള്ള ചോട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് സിമ്പിളായിട്ട് പഠിക്കാം. ദിസ് ദാറ്റ്, ലിറ്റിൽ എ ലിറ്റിൽ, ബേബി ചൈൽഡ്. ദിസ് ദാറ്റ്, ലിറ്റിൽ എ ലിറ്റിൽ, ബേബി ചൈൽഡ്. പക്ഷേ കാര്യമുണ്ട്, ദീസും ദോസും വ്യത്യാസമുണ്ട്. അത് നമ്മളിനി പറഞ്ഞുന്നുണ്ട്. ദിസ് ദാറ്റും ഓക്കെയാണ്, ലിറ്റിൽ എ ലിറ്റിൽ ഓക്കെ, ബേബി ചൈൽഡ് അതും ഇറ്റ് ഉപയോഗിക്കാം. അതുപോലെ എവറിതിങ്, നത്തിങ്, എനിതിങ്, സംതിങ്. എവറിതിങ്, നത്തിങ്, എനിതിങ്, സംതിങ്. ഇതിന് എത്ര എണ്ണത്തിന് നമ്മൾ ഇറ്റ് യൂസ് ചെയ്യുന്നു, ഇറ്റ് ആസ് പ്രോനൗൺ. ഓക്കെ, ഇനി അടുത്തത് നെഗറ്റീവ് വേർഡ്സ്. നെഗറ്റീവ് വേർഡ്സ്. ഹീ റെയർലി ഈറ്റ്സ് ഇൻ റെസ്റ്റോറൻറ്റ്സ്. ഡസ് ഹീ. ഞാൻ പറഞ്ഞു മുമ്പേ, നെഗറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ അല്ലെന്ന് അറിയുന്നത് നമ്മൾ സാധാരണ നോട്ടോ അല്ലെങ്കിൽ നോയോ ഒക്കെ കണ്ടിട്ടാണ്. പക്ഷേ അത് മാത്രമല്ല, അല്ലാതെ കുറേ വാക്കുകളും നെഗറ്റീവ് വാക്കുകളായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്ക്. ലിറ്റിൽ, ഫ്യൂ, നോ, നോട്ട്, നെവർ, നെയ്തർ, നത്തിങ്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, നോബഡി, നോ വൺ, നൺ. ഇത്രയും വാക്കുകൾ നമുക്ക് നെഗറ്റീവ് വാക്കുകളായിട്ടുണ്ട്. അപ്പം സെൻറ്റൻസ് കാണുമ്പോൾ ഈ പറഞ്ഞ ഒരു വാക്കുകൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംഭവം നെഗറ്റീവാണ്. നോയോ നോട്ടോ ഒന്നും കാണത്തില്ല. അല്പം
തന്നിട്ടുണ്ടാവത്തില്ല, പക്ഷേ അത് നെഗറ്റീവാണ്. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ തെറ്റിദ്ധരിച്ച് അത് എഴുതിയെന്ന് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, ഈ വാക്ക് പഠിച്ചോണം. ഇതിൻ്റെ PDF ഞാൻ അയച്ചു തരാം. ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ നെഗറ്റീവും സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ കൺഫ്യൂഷൻ ആകല്ലേ. ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് വാക്കുകൾ ഇത്രയാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. ലിറ്റിൽ, ഫ്യൂ, നോ, നോട്ട്, നെവർ, നെയ്തർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നത്തിങ്, ഹാർഡ്ലി, ഹാർഡ് എന്നുള്ള വാക്ക് തന്നെ നെഗറ്റീവാണ്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, വളരെ റെയറായിട്ടേ ഉള്ളൂ. ബെയർലി, സെൽഡം, നോബഡി, നോ വൺ, നൺ, നൺ ഓഫ് ദം പറയത്തില്ലേ. നോ വൺ, നോബഡി, സെൽഡം, ബെയർലി, റെയർലി, സ്കേഴ്സ്ലി, ഹാർഡ്ലി, നത്തിങ്, നെയ്തർ, നെവർ, നോട്ട്, നോ, ഫ്യൂ, ലിറ്റിൽ. ക്ലിയറായോ? ഇനി അത് വെച്ച് നമുക്ക് നോക്കാം. ഐ ഹാർഡ്ലി എവർ സ്പീക്ക് ഹിന്ദി. ഞാൻ വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല, ആ ഒരു രീതിയിലുള്ള ഇതാണ്, മീനിങ് ആണ്. ഐ ഹാർഡ്ലി എവർ സ്പീക്ക് ഹിന്ദി. ഞാൻ ഹിന്ദിയെ സംസാരിക്കാറില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളവിടെ ഹാർഡ്ലി എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ടാഗ് വേണം. ഓക്കെ, ഇനി നമുക്ക് ഓക്സിലറി തന്നിട്ടില്ല. ഐ ഉണ്ട്, ഐ സബ്ജക്റ്റാണ്. സ്പീക്ക് എടുക്കുക, സ്പീക്കിനെ സ്പ്ലിറ്റ് ചെയ്തു, ഡു പ്ലസ് സ്പീക്ക്. അപ്പം ഡു ആണ്, ഡു ഐ അല്ലേ. ഓക്കെ, നോബഡി പ്രസൻറ്റഡ് ഹിയർ. അടുത്തത് അതും നെഗറ്റീവാണ്, നോബഡി പ്രസൻറ്റഡ് ഹിയർ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ കുഴപ്പം നോബഡി നെഗറ്റീവ് വാക്കാണെന്ന് മാത്രമല്ല, നോബഡി ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നു. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആദ്യം നമ്മൾ പ്രസൻറ്റഡ്, അതായത് നമ്മുടെ വെർബ് കണ്ടുപിടിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, ആ ജോലി ആദ്യം ചെയ്യുക. ഓക്സിലറി ഇല്ല, അപ്പോൾ ആ പണി ആദ്യം ചെയ്യുക. സബ്ജക്റ്റിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. പ്രസൻറ്റഡ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ്, ഡിഡ് പ്ലസ് പ്രസൻ്റ് ആണ് പ്രസൻറ്റഡ് അല്ലേ. പ്രസൻറ്റ്, പ്രസൻസ്, പ്രസൻറ്റഡ് അല്ലേ. അപ്പം ഡിഡ് പ്ലസ് പ്രസൻറ്റ്, പ്രസൻറ്റഡായി. ഇനി നോബഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കണം. നോബഡി എങ്ങനെ നമുക്ക് പ്രോനൗൺ ആക്കണം, അതാണ് നോക്കുന്നത്. നോബഡി സബ്ജക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിക്കോണം. പ്രോനൗൺ ഈ യൂസ് ചെയ്യുന്ന കുറേ റൂൾസ് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കാണുമ്പോൾ ക്ലിയർ ആവും. അതായത് യൂസിങ് ദേ ആസ് എ പ്രോനൗൺ. നമ്മൾ മുമ്പേ ഇറ്റ് ഉപയോഗിച്ചുള്ള പ്രോനൗണിൻ്റെ കാര്യം പറഞ്ഞു. ദേ ഉപയോഗിച്ചുള്ള പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന്: ഫ്യൂ, എ ഫ്യൂ, ദീസ്, ദോസ്, എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി, എനി വൺ, എനിബഡി, ഓൾ ഓഫ് ദം, സം ഓഫ് ദം, നൺ ഓഫ് ദം. ഈ പറഞ്ഞ വാക്കുകൾ സബ്ജക്റ്റായിട്ട് വന്നാൽ നമ്മൾ അതിനെല്ലാം ഉപയോഗിക്കേണ്ട പ്രോനൗൺ ദേ ആണ്. ഈ പറഞ്ഞ വാക്കുകളാണ് സബ്ജക്റ്റ് എങ്കിൽ, ഇപ്പോൾ ഇവിടെ മുമ്പേ പറഞ്ഞതിൻ്റെ അകത്ത് സബ്ജക്റ്റ് നോബഡിയാണ് അല്ലേ. അപ്പം ഈ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും സബ്ജക്റ്റായിട്ട് വന്നാൽ നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യേണ്ടത് ദേ ആയിരിക്കണം. അപ്പോൾ ഇത് നോട്ട് ചെയ്തോണം. ഫ്യൂ, എ ഫ്യൂ, ദീസ്, ദോസ്, എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി, എനി വൺ, എനിബഡി, ഓൾ ഓഫ് ദം, സം ഓഫ് ദം, നൺ ഓഫ് ദം. ഓൾ ഓഫ് ദം, സം ഓഫ് ദം, നൺ ഓഫ് ദം. ഒന്നുമില്ല, ഇത് പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ദീസ്, ദോസ് അറിയാമല്ലോ. അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ദിസ്, ദാറ്റ് ഞാൻ മുമ്പേ പറഞ്ഞു. ദിസ്, ദാറ്റ് വരുമ്പോൾ ഇറ്റാണ്. ദിസ്, ദാറ്റ്. ദീസ്, ദോസ് വരുമ്പോൾ ദേ ആണ്. അത് രണ്ട് വെട്ടികളെ അത് നമ്മൾ ഓർത്തുക, അതാദ്യം പഠിക്കുക. എന്നിട്ട് ഫ്യൂ, എ ഫ്യൂ, അത് ഓർക്കാൻ എളുപ്പമാണ്. ഫ്യൂ, എ ഫ്യൂ, അത് ദേ ആണ്. ഇനി എവരി വൺ, എവരിബഡി, ആ സംഭവമാണ്. ഇതിനകത്ത് കുറേ എളുപ്പം പഠിക്കാൻ ഒരു ട്രിക്ക് പറയാം. വൺ വെച്ചുള്ള കുറേ വാക്ക്: എവരി വൺ, എനി വൺ, നോ വൺ, അങ്ങനെ കുറേ വൺ വെച്ചുള്ള വാക്ക്, സം വൺ. ഓക്കെ, അങ്ങനെ വൺ വെച്ചുള്ള വാക്കുകൾ ആദ്യം പഠിക്കുക. പിന്നെ കുറേ ബോഡിയുണ്ട്, ബോഡി കാണിക്കുന്ന കുറേ പേരുണ്ട്, അവർക്ക് നമ്മൾ ദേ കൊടുക്കണം. അതായത് എവരിബഡി, സംബഡി, നോബഡി, എനിബഡി. പിന്നെ ദം വരുന്ന സാധനമുണ്ട്. ഓൾ ഓഫ് ദം, സം ഓഫ് ദം, നൺ ഓഫ് ദം. കണക്കിൽ വെട്ടി വെട്ടി പോകുന്ന പോലെ ഈ രീതിയിൽ അങ്ങ് പഠിച്ചു പോകും. ആദ്യം ദിസ്, ദാറ്റ് ഇറ്റായിരുന്നു, നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ദിസ്, ദാറ്റ് ഞാൻ അന്നേരം പറഞ്ഞു. ദീസ്, ദോസ് വേറെ കേസാണ്, അപ്പോൾ അതിവിടാണ് ദീസ്, ദോസ്. ദേ ഉപയോഗിക്കുന്നത് ദീസ്, ദോസ് വരുമ്പം. പിന്നെ ഫ്യൂ, എ ഫ്യൂ എളുപ്പമാണ് പഠിക്കാം. ഓക്കെ, എവരി വൺ, എവരിബഡി. അപ്പോൾ ബോഡി വെച്ചുള്ള കുറേ വാക്കുകൾ:
എവരിബഡി, സംബഡി, നോബഡി, എനിബഡി, പിന്നെ വൺ വെച്ചുള്ള എവരി വൺ, സം വൺ, നോ വൺ, എനി വൺ, അങ്ങനെ. പിന്നെ ഓൾ ഓഫ് ദം, നൺ ഓഫ്, സം ഓഫ് ദം, നൺ ഓഫ് ദം, ദം വരുന്ന സാധനങ്ങൾ. ഇപ്പോൾ നോബഡി ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നപ്പം നമ്മുടെ ആൻസർ എന്ത് പറയും? നോബഡി പറ. ഡിഡ് ദേ. ഓക്കെ, ഡിഡ് ദേ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഐ ആം യൂസ് ചെയ്തുള്ള സാധനം. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ കൂടുതൽ വരാൻ സാധ്യത. പക്ഷേ നിങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഐ ആം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എങ്ങനെ നോക്കാം. ഐ ആം എ ഡാൻസർ, പോസിറ്റീവ് സെൻറ്റൻസ്, ഐ ആം എ ഡാൻസർ. അപ്പോൾ അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് എഴുതാനൊരു ടെൻഡൻസി വരും. എന്താണ്? ആമിൻ്റെ ഐ എന്ന് എഴുതാൻ തോന്നും. പക്ഷേ അങ്ങനല്ല. ഐ ആം എ ഡാൻസർ എന്ന് പോസിറ്റീവായിട്ട് കണ്ടാൽ അവിടെ നമുക്ക് ആറിൻ്റെ ഐന്നേ പറയാൻ പറ്റും, നെഗറ്റീവ്. ആമിൻ്റെ ഐ എന്ന് പറയത്തില്ല, ആമിൻ്റെ ഐ എന്ന് പറയത്തില്ല, ശ്രദ്ധിച്ചോണം. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമുക്ക് വേറെ കാര്യമുണ്ട്. ഐ ആം നോട്ട് എ ഡാൻസർ, അത് സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഐ ആം നോട്ട് എ ഡാൻസർ. അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ ആം ഐ എന്ന് ചോദിക്കാം. അവിടെ ആർ ഐ എന്ന് ചോദിക്കേണ്ട, ആം ഐ എന്ന് ചോദിക്കാം. അപ്പോൾ റൂൾ നോക്കിയോ. ഐ ആം ഇൻ എ പോസിറ്റീവ് സെൻറ്റൻസ്, ടാഗ് ആറിൻ്റെ ഐ എന്നായിരിക്കും. ഐ ആം ഇൻ എ നെഗറ്റീവ് സെൻറ്റൻസ്, അത് ആം ഐ ആയിരിക്കും. അപ്പം ഞാൻ പോസിറ്റീവ് സെൻറ്റൻസിലാണ് വരുന്നതെങ്കിൽ എൻ്റെ കൂടെ വരുന്ന കക്ഷി ആറിൻ്റെ ഐ ആണ്. അപ്പോൾ ഞാൻ നെഗറ്റീവ് സെൻറ്റൻസിലാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ടാഗ് ആം ഐ ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്ലിയർ ആയോ? അത് ഞാൻ പറയണോ ഇനി ഒന്നുകൂടെ? ഓക്കെ, ആൻസർ ഐ എം എ ഡാൻസർ, ആറിൻ്റെ ഐ എം നോട്ട് എ ഡാൻസർ, ആം ഐ. ഇനി ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ. ലെറ്റ്സ് ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ്. ഈ സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നോ അതോ ബ്ലറായിട്ടാണോ കാണുന്നത്? ക്ലാസ്സിന് പറഞ്ഞോ. നോബഡി എന്ന് പറഞ്ഞത് വാക്ക് നെഗറ്റീവാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോബഡി എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. എക്സാമ്പിൾ നോക്കാം. നെഗറ്റീവ് വേർഡ്സ് എടുക്കാം. നെഗറ്റീവ് വേർഡ്സ്, ഇതാണ് നെഗറ്റീവ് വേർഡ്സ്. അതിൽ നോക്കിയാൽ നോബഡി ഉണ്ടോ നോക്കിയാൽ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ടാഗ് ഇത് വേണം, പോസിറ്റീവ്. അപ്പോൾ നോക്ക്, ഡൗട്ട് വരും. എനിക്കറിയാം ഡൗട്ട് വരുമെന്ന്. ഞാൻ നോക്കിയത്, നിങ്ങളാരും മിണ്ടുന്നില്ല. സെൻറ്റൻസ് നെഗറ്റീവ്, അതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡൗട്ട് വരും. നെഗറ്റീവ് തറവായിട്ട് പഠിക്കാതെ ഇത് പറ്റത്തില്ല, അതാണ് പ്രശ്നം. നെഗറ്റീവ് വാക്ക് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം, ഒന്ന് ക്ലിയർ ആകും. ലിറ്റിൽ, ഫ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ലിറ്റിൽ ഫ്യൂ മുമ്പേ എവിടെ കണ്ടായിരുന്നല്ലോ എന്ന്. അത് സബ്ജക്റ്റായിട്ട് വരുന്ന കേസിൽ ആണ് നമ്മൾ ലിറ്റിൽ ഫ്യൂ കണ്ടത്. അത് നോട്ട് തരുമ്പോൾ ക്ലിയർ ആവും. ഈ സാധനം അതുപോലെ ഞാൻ അയച്ചു തരാം. ലിറ്റിൽ, ഫ്യൂ, നോ, നോട്ട്, നെവർ, നെയ്തർ, നത്തിങ്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം. ഒരേ എൽ വൈ വരുന്ന കുറേ സാധനമുണ്ട്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി. അത്ര ഓർക്കുക ആദ്യം. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി. എൽ വൈ വരുന്ന കുറേ സാധനം അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ലിറ്റിൽ ഫ്യൂ അത് നമുക്ക് ഓർത്തിരിക്കാം. നോയും നോട്ടും നമുക്ക് അറിയാം, അതെപ്പോഴും ചോദിക്കുന്ന സാധനം. അത് സാധാരണ കാണുന്ന നെഗറ്റീവ് സെൻറ്റൻസിൽ വരുന്ന സാധനമാണ് നോയും നോട്ടും. അതിനകത്ത് പറയേണ്ട കാര്യമില്ല. നെവർ പിന്നെ പറയണ്ടല്ലോ. നെവർ, നെയ്തറും, നത്തിങ്ങും, അതെല്ലാം കേൾക്കുമ്പോഴേ അറിയാം. നെവർ, നെയ്തർ, നത്തിങ്, ഒന്നുമില്ല. അതൊക്കെ പറയുമ്പോഴേ നെഗറ്റീവാണ്. പിന്നെ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, അതായിരിക്കും ഇച്ചിരി ഓർക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ സെൽഡം ആ വാക്ക് ഒന്നും പഠിക്കണം. സെൽഡം. നോബഡി, നോ വൺ, നൺ. നോബഡി, നോ വൺ, നൺ. കണ്ടില്ല, എന്നെ വരുന്ന സംഭവം എല്ലാം പ്രശ്നക്കാരാണ്. എന്നെ വരുന്ന കക്ഷികളെ അങ്ങനെ തീവ്രവാദികളാണ്. അവർ മൊത്തം നെഗറ്റീവ് ആളുകളാണ് കേട്ടോ, സൂക്ഷിച്ചോണം. എന്നെ വരുന്ന എല്ലാം കക്ഷി, നോയ്, നോട്ടോ, നെവർ, നെയ്തർ, നത്തിങ്, എന്നെ വരുന്ന കക്ഷികളാണ് തീവ്രവാദികളാണ്. നോബഡി, നോ വൺ, നൺ, ഇവരെല്ലാം തീവ്രവാദികളാണ്, നെഗറ്റീവാണ്. അത് ഓർത്താൽ മതി. പിന്നെ എന്നില്ലാതെ വരുന്നത് എച്ച് വെച്ചുള്ള ഹാർഡ്ലി, സ്കേഴ്സ്ലി, അത് സ്കേഴ്സ്ലി എസ് ആണ്. അത് എസ് വെച്ചല്ല, നമ്മൾ എൽ വൈ വെച്ച് നോക്കണം. അവിടെ ആദ്യത്തെ അക്ഷരമല്ല, എൽ വൈ നോക്കുക. ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി. പിന്നെ അതിൻ്റെ എക്സെപ്ഷൻ ഉള്ളത് സെൽഡമാണ്. അത് നമുക്ക് ഓർക്കാൻ അല്ലാതെ കാണാൻ പഠിച്ചാലേ പറ്റൂ, സെൽഡം. ബാക്കിയൊക്കെ നമുക്ക് ഓർക്കാം. തീവ്രവാദികൾ, എന്നെ വെച്ചുള്ള തീവ്രവാദികളുണ്ട്. പിന്നെ ലിറ്റിൽ ഫ്യൂ. ഇപ്പോൾ ക്ലിയർ ആയോ? നെഗറ്റീവ് വേർഡ്സ് കുറച്ച് കത്തി കാണും, കുറച്ചൊന്ന് ക്ലിയറായി കാണും. ഓക്കെ, ഇനി ലെറ്റസ് എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് നോക്കണം. ലെറ്റ്സ് ഫൈൻഡ് ദ സൊല്യൂഷൻ. റൂൾ നോക്കിയോ. വെൻ ദ സബ്ജക്റ്റ് ബിക്കംസ് ലെറ്റ്സ് സബ്ജക്റ്റായിട്ട് വന്നാൽ
യൂസ് ഷാൽ വി ഇൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വേർതിരിവ് ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. അതായത് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഇവിടെ ഞാൻ രണ്ടും പോസിറ്റീവ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവായിട്ട് വന്നാൽ പോലും നമുക്ക് ഒരേ ടാഗ് യൂസ് ചെയ്താൽ മതി. പോസിറ്റീവ് ടാഗോ നെഗറ്റീവ് ടാഗോ അല്ല, ഒറ്റ ടാഗേ ഉള്ളൂ. പോസിറ്റീവായിട്ടുള്ള ഒരേ ഒരു ടാഗ് ഉപയോഗിച്ചാൽ മതി, ഷാൽ വി. കേട്ടോ, ക്ലിയറായോ? ഇവിടെ നമുക്ക് ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ലെറ്റ്സിൻ്റെ കേസ് വന്നാൽ, ലെറ്റ്സ് സബ്ജക്റ്റായിട്ട് വന്നാൽ, കണ്ടില്ലേ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, അവിടെ ലെറ്റ്സ് ആണ് സബ്ജക്റ്റ്, ലെറ്റസ്. ലെറ്റ്സ് ഫൈൻഡ് ദ സൊല്യൂഷൻ, രണ്ടും പോസിറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. നെഗറ്റീവ് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടില്ല. നെഗറ്റീവ് വന്നാൽ പോലും നമുക്കവിടെ ഷാൽ വി ചോദിച്ചാൽ മതി, അതാണ് ടാഗ്, ഷാൽ വി. ഇനി അതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അത് ഞാൻ ഇനി വരുമ്പോൾ പറയാം. ലെറ്റേഴ്സ് പോലെ ഒരെണ്ണമുണ്ട്, ലെറ്റ് മീ എന്ന് പറഞ്ഞ്, അത് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി വരുമ്പോൾ പറയാം അത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഷാൽ വി. ലെറ്റ്സ് ഫൈൻഡ് ദ സൊല്യൂഷൻ, ഷാൽ വി. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് നേരത്തെ കേട്ടിട്ടുണ്ടോ ഈ സംഭവം ലെറ്റ്സിൻ്റെ? ഇല്ല. അപ്പോൾ അത് പഠിച്ചോണം. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇച്ചിരി കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഫുൾ റൂളാണ്, ഇതെല്ലാ റൂളും ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കട്ടി കയറി വരുവാണ്. യൂസിങ് വൺ ആസ് സബ്ജക്റ്റ്. അപ്പോൾ എല്ലാം കൂടെ തിരിഞ്ഞു പോലെ ഇറ്റിൻ്റെ കാര്യം പറഞ്ഞു, ദേ പറഞ്ഞു, ഇപ്പം ലെറ്റ്സ് പറഞ്ഞു, ഇനി നമ്മൾ പറയുന്നത് വൺ ആണ്. പിന്നെ നെഗറ്റീവ് വേർഡ്സിൻ്റെ കാര്യം നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ഇനി വൺ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ്. വൺ നീഡ് നോട്ട് ടു ബി ടു ഇന്നസെൻറ്റ്, അവിടെ നെഗറ്റീവ് വന്നു, നീഡ് വൺ. വൺ ഷുഡ് ഒബേ വൺസ് ഓൺ പേരൻസ്, ഷുഡിൻറ്റ് വൺ. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വെച്ച് തുടങ്ങുന്ന ഒരു സബ്ജക്റ്റായിട്ട് വന്നാൽ നമുക്കവിടെ ഇതിൻ്റെ പ്രോനൗണായിട്ട് വൺ തന്നെ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? വൺ നീഡ് നോട്ട് ടു ബി ടു ഇന്നസെൻറ്റ്. അവിടെ നമ്മൾ നീഡിൻ്റെ ദേന്നോ അല്ലെങ്കിൽ നീഡിൻ്റെ ഇറ്റെന്നോ അല്ലെങ്കിൽ നീഡിൻ്റെ യൂന്നോ നീഡിൻ്റെ വീന്നോ ഒന്നും പറയാൻ പാടില്ല. അവിടെ വൺ തന്നെ വേണം പ്രോനൗണായിട്ട് വരാൻ. നീഡ് വന്നതിന് കാരണം എന്താണെന്ന് പറയും? നീഡ് എടുത്തത് എന്തിനാ? നീഡ് വൺ. ഓക്സിലറിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നീഡ്, ഇല്ലേ? നോക്കണോ? ക്ലാരിഫൈ ചെയ്യണോ? അപ്പോൾ ഇതിൽ ഓക്സിലറി വെർബിൻ്റെ അകത്ത് നീഡ് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? നീഡ്, മസ്റ്റ്, ഡെയർ, ഓട്ട് ടു, യൂസ് ടു, ഇത് വന്നാൽ നമുക്ക് ഓക്സിലറി വെർബാണിത്. അതുകൊണ്ടാണ് നമ്മൾ വണ്ണിൻ്റെ കേസിൽ അവിടെ നീഡ് വൺ എന്ന് ചോദിച്ചത്. അത് കാണിക്കാനാണ് ഞാനിപ്പോൾ എടുത്തത്. ഇപ്പോൾ യൂസിങ് വൺ ആസ് സബ്ജക്റ്റ്, വൺ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രോനൗൺ വൺ തന്നെ യൂസ് ചെയ്യണം. സബ്ജക്റ്റ് വൺ ആണെങ്കിൽ പ്രോനൗൺ വൺ ആയിരിക്കണം. ഇവിടെ നീഡ് വന്ന കാര്യം വൺ നീഡ് നോട്ട് ടു, നീഡ് അവിടെ ഓക്സിലറി വെർബ്, അതുകൊണ്ടാണ് നീഡ് നോട്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ നെഗറ്റീവ് സെൻറ്റൻസ്. വൺ നീഡ് നോട്ട് ടു ബി ടു ഇന്നസെൻറ്റ്, അപ്പോൾ നീഡ് വൺ എന്ന് ചോദിച്ചു. ഇനി വൺ ഷുഡ് ഒബൈ വൺസ് ഓൺ പേരൻസ്, ഷുഡ് വന്നിട്ടുണ്ട് ഓക്സിലറി, അപ്പം ഷുഡിൻ്റെ വൺ, കണ്ടില്ലേ? ഷുഡിൻ്റെ ദേന്നോ അല്ലെങ്കിൽ ഷുഡിൻ്റെ ഇറ്റെന്നോ അല്ലെങ്കിൽ ഷുഡിൻ്റെ വീന്നോ അല്ലെങ്കിൽ ഷുഡിൻ്റെ യൂന്നോ അങ്ങനെ ഒന്നും അല്ല, അവിടെ വൺ എടുത്തു, ഷുഡിൻ്റെ വൺ. അപ്പോൾ വൺ വന്നാലുള്ള കേസ് നോക്കി. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ചത് ലെറ്റ്സ് വന്നാലുള്ളത്, പിന്നെ ഇറ്റ് വന്നാലുള്ളത്, ദേ വന്നാലുള്ളത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ലെറ്റസ് അല്ലാതെ ലെറ്റ് മീ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്, അത് ഞാൻ പുറകെ പറയാം. അതിന് മുമ്പ് യൂസിങ് ദെയർ ആ സബ്ജക്റ്റ്, ഇതെല്ലാം കൂടെ കറങ്ങിപ്പോകല്, ഒന്നുമില്ല സംഭവം. പവർ പോയിൻ്റ് ഇച്ചിരി നീളം ഉണ്ടെന്നേ ഉള്ളൂ, സൈഡ് ഇച്ചിരി ലെങ്തിയാണ്, പക്ഷേ സംഗതിയൊന്നുമില്ല. പറഞ്ഞു വരുമ്പം പൂച്ചയാണ് സാധനം, വെറും പാവം പൂച്ച മാത്രമാണ്, വലിയ സിംഹമൊന്നുമല്ല. ഓക്കെ, യൂസിങ് ദെയർ ആർ സബ്ജക്റ്റ്, ദെയർ അങ്ങനെ സബ്ജക്റ്റായിട്ട് വരുന്ന നോക്കാം. ദെയർ ആർ 34 ലേക്സ് ഇൻ കേരള, ആറിൻ്റെ ദെയർ ആർ. അപ്പോൾ നമുക്കറിയാം ആറ് അവിടെ ഓക്സിലറി വന്നു, നമ്മുടെ സബ്ജക്റ്റ് ദെയർ ആണ്. അപ്പോൾ സബ്ജക്റ്റ് ദെയർ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ദെയർ തന്നെയാണ് പ്രോനൗണായിട്ട് യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഹീ വന്നാൽ ഹീ പ്രോനൗണായിട്ട് യൂസ് ചെയ്യും, ഹീ സബ്ജക്റ്റ് ആണെങ്കിൽ. ഷീ സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ, ദേ സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലേ? അതുപോലെ ഇവിടെ ദെയർ വന്നാൽ അത്രേ ഉള്ളൂ സാധനം. ക്ലിയർ ആയല്ലോ? അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇനി നമ്മൾ ഇമ്പറേറ്റീവിലോട്ട് പോവാണ്. ഇനി ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ലെറ്റസ് അല്ലാതെ ലെറ്റ് മീയുടെ കാര്യമുണ്ട്, അത് അവസാനം ഞാൻ പറയാം. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നോക്കിക്കോണം. അതായത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമാൻഡ്, റിക്വസ്റ്റ്, അങ്ങനെ വരുന്ന കുറേ വാക്കുകളാണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പം ക്ലോസ് ദ ഡോർ, വിൽ യു, എക്സാമ്പിൾ നോക്കിയോ. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത, നമ്മൾ സാധാരണയായിട്ട്
പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നോക്കാതെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും ബാധകമല്ലാത്ത ഒരാളെ മുമ്പ് പരിചയപ്പെട്ടായിരുന്നു. ഏതായിരുന്നത്? ലെറ്റസ്. ഓക്കെ. അതുപോലെ ഇയാൾക്കും ബാധകമല്ല ഇതൊന്നും. ഇവിടെ ഒരു നിയമമുണ്ടെന്ന്, ആടിലൊരു നിയമമുണ്ട്, അത് പാലിക്കാത്ത ഒരാളാണ് രണ്ടാമത്തെ ആളാണ് അയാൾ. ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ക്ലോസ് ദ ഡോർ, വിൽ യു. ക്ലോസ് ദ ഡോർ പോസിറ്റീവാണ് സെൻറ്റൻസ്, പക്ഷേ അവിടെ ടാഗ് പോസിറ്റീവ് തന്നെ ഇട്ടേക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും ഞങ്ങളത് ബാധിക്കത്തില്ല എന്ന് പറയുന്ന കുറേ കൂട്ടരുണ്ട്. അതിൽ രണ്ടാമത്തെ കൂട്ടരാണ്. ഒന്നാമത്തെ കൂട്ടർ ലെറ്റസാണ്. ഞങ്ങൾക്ക് നിയമവും കാര്യമൊന്നുമില്ല, ഞങ്ങളതൊന്നും പാലിക്കത്തില്ല. അപ്പോൾ രണ്ടാമത്തെ കൂട്ടരാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അത് നോക്കണം. ക്ലോസ് ദ ഡോർ, വിൽ യു. അതൊരു കമാൻഡാണ്. പോയി വാതിലടക്കടാവും, മനസ്സിലായില്ലേ? ആ വിൽ യു, വാതിലടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വിൽ യു. പിന്നെ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, മേലെ ആവർത്തിക്കുമോ, വിൽ യു. അപ്പോൾ അതാണ് അവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് റൂൾ ബാധകമല്ല. അതിന് ഒറ്റ ഇതേ ഉള്ളൂ, വിൽ യു എന്ന് യൂസ് ചെയ്യും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നോക്കിക്കോ. വി യൂസ് വോണ്ട് യു ഫോർ റിക്വസ്റ്റ്, ഇൻവിറ്റേഷൻ ആൻഡ് വാണിംഗ്. നമ്മൾ പറഞ്ഞു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ റിക്വസ്റ്റാണ്, കമാൻഡാണ്, മറ്റേതാണ്, മറിച്ചതാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്ലോസ് ദ ഡോർ നമ്മൾ പറഞ്ഞപ്പം നമ്മൾ ഒരു ഓർഡർ ഇടുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ദയവായി ആ വാതിലൊന്ന് അടയ്ക്കാമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതൊരു ദയനീയമായ ഒരു എന്താ പറയുക, ഒരു ഇൻവിറ്റേഷൻ, ഒരു റിക്വസ്റ്റാണ്, പ്രത്യേക റിക്വസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം വന്നാൽ പ്ലീസ് ക്ലോസ് ദ വിൻഡോ, അല്ലെങ്കിൽ പ്ലീസ് ഗീവ് മീ യുവർ ബുക്ക്, ദയവായി ആ ബുക്ക് ഒന്ന് തരാമോ. അപ്പോൾ അവിടെ നമുക്ക് വോണ്ട് യു എന്ന് വേണം ചെയ്യാം. ചെറിയ വ്യത്യാസമുള്ള വിൽ യു, വോണ്ട് യു. വിൽ യു, വോണ്ട് യു. അവിടെ ഈ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് ബാധകമല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ കുറേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു. സാധാരണ ഒറ്റയടിക്ക് ഇത്രയും പറഞ്ഞാൽ ദഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് നോക്കാം. മാക്സിമം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക. ഇത് ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് വരും, അന്നേരം ചോദിച്ചാൽ മതി എന്നോട്. പിന്നെ നോട്ട്സ് ഞാൻ തരാം. എൻ്റെ നോട്ട്സ് അതുപോലെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് വായിക്കുക. 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ ശരിയാവും. ഒന്നുമില്ല. വിൽ യു, വോണ്ട് യു. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വിൽ യു ഉപയോഗിക്കും, വോണ്ട് യുവും ഉപയോഗിക്കാറുണ്ട്. കോമൺ ആയിട്ട് വിൽ യു യൂസ് ചെയ്യും. വിൽ യു യൂസ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യമുണ്ട്. ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരാൾക്ക് നമ്മളൊരു നിർദ്ദേശം കൊടുക്കും. ഡ്രൈവ് കെയർഫുള്ളി എന്ന് പറഞ്ഞാലും നമ്മളവിടെ വോണ്ട് യു എന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, സ്ലൈഡിൽ എഴുതാൻ വിട്ടുപോയതാണ്. ഡ്രൈവ് കെയർഫുള്ളി, അതിപ്പോൾ നമ്മളൊരു നിർദ്ദേശം, ഒരു ഉപദേശം കൊടുക്കുക, ഒരു ജാഗ്രത, ഒരു വാണിംഗ് അല്ലെങ്കിൽ ജാഗ്രത കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ഡ്രൈവ് കെയർഫുള്ളി. വണ്ടി കെയറായിട്ട് വണ്ടി ഓടിക്കണം. അങ്ങനെയൊക്കെ വന്നാൽ നമുക്കവിടെ വോണ്ട് യു വരും, വിൽ യു അല്ല. ചെറിയ വ്യത്യാസം നോക്കി. ഇവിടെ പ്ലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ വ്യത്യാസം. പ്ലീസ് ക്ലോസ് ദ ഡോർ അല്ലെങ്കിൽ ക്ലോസ് ദ വിൻഡോ. മറ്റേത് വെറും ക്ലോസ് ദ ഡോറാണ്. അപ്പോൾ നമ്മൾ ഒരു ആജ്ഞ വലിയ കമാൻഡ് ചെയ്യുന്ന പോലെയായിരുന്നു. ഡ്രൈവ് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കമാൻഡ് ചെയ്യുമല്ല. എടാ മര്യാദക്ക് വണ്ടി ഓടിക്കണമെന്ന് അങ്ങനെ അല്ല പറഞ്ഞത്. ആ ഭംഗിയായിട്ട് വണ്ടി ഓടിക്കണം, കെയറായിട്ട്, എന്നാൽ ഭംഗിയായിട്ട് അല്ലെങ്കിൽ ജാഗ്രതയോടെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളതൊരു അപ്പോൾ അവിടെ അത് വോണ്ട് യു ആയിട്ട് വരും. കാരണം അതൊരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ആ രീതി വരുന്ന കുറേ വാക്കുകൾക്ക് അങ്ങനെ ചെയ്യുന്നത്. ഒന്നുമില്ല, കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. വിൽ യു, വോണ്ട് യു ആണ് കൺഫ്യൂഷൻ വരുന്നത് എല്ലാവർക്കും. അപ്പോൾ അതൊന്ന് നോക്കാം. ക്ലിയർ അല്ലേ ഞാൻ ഒന്നുകൂടെ പറയാം. അടുത്തത് പറയട്ടെ. ഓക്കെ. സെൻറ്റൻസ് ഷോസ് ഇംപേഷ്യൻസ്. ഇനി ചില വാക്കുണ്ട്, ചിലർ വായിൽ ഇരിക്കുന്ന കേട്ടാൽ പിന്നെ നമുക്ക് ഏഴായാലത്ത് പോകാൻ തോന്നുന്നില്ല. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഈ ഒരു പരിപാടി നിർത്ത്. കാണ്ട് യു. അതുപോലെ ഷട്ട് യുവർ മൗത്ത്, കാണ്ട് യു. ഇങ്ങനെയുള്ള ദേഷ്യപ്പെട്ട് കുറേ പറയുന്ന കുറേ ഇംപേഷ്യൻസ്, നമ്മളെ അക്ഷമരാകുക എന്നൊക്കെ പറയത്തില്ലേ, ആ രീതി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മളെപ്പോഴും ടാഗ് കാണ്ട് യു ആയിരിക്കും. അവിടെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട. ഇമ്പറേറ്റീവിൻ്റെ കേസിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്നില്ല, അത് ഓർത്തോണം. ലെറ്റസ് ആൻഡ് ലെറ്റ് മീ, അതാണ് ഈ നോക്കുന്നത്. ലെറ്റസ് ഞാൻ പറഞ്ഞു, ലെറ്റ്സ് എന്നുള്ള വാക്കിന് ഷാൽ വി ആണെന്ന് പറഞ്ഞു. ലെറ്റ് മീ വന്നാൽ വിൽ യു ആണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റസ് എന്ന് പറഞ്ഞാൽ ഷാൽ വി ആണ്, ലെറ്റ് മീ പറഞ്ഞാൽ വിൽ യു. അങ്ങനെ വേണം പഠിച്ചു വെക്കാൻ. എക്സാമ്പിൾ നോക്കട്ടെ, ഞാനിപ്പോൾ ഇതിൽ അടിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നോട്ടിൽ അത് പ്രൊവൈഡ് ചെയ്യാം. എക്സാമ്പിൾ ലെറ്റ് മീ വെച്ച് അധികം ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ എല്ലാ റൂളും പറയുമ്പോൾ അങ്ങ് പറഞ്ഞു. ലെറ്റസ് ഗോ ടു ദ ബീച്ച്, ഷാൽ വി. ലെറ്റസ് വെച്ച് തന്നു. ലെറ്റ് മീ നോക്കട്ടെ. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം എന്ന് പറയുമ്പോൾ
അവിടെ നമ്മൾ വില്യൂ ആണ് ടാഗ് ചെയ്യേണ്ടത്. ലെറ്റ് മീ വെച്ച് ഒരെണ്ണം എക്സാമ്പിൾ നിങ്ങൾ ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഒരെണ്ണം കിട്ടി. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഇത് വെച്ച് അങ്ങനെ ആദ്യം വലിയ ചോദ്യം വരാറില്ല. അപ്പോൾ അതിനവിടെ ആൻസർ വരുന്നത് വില്യൂ ആണ്. ഇത് തിരിച്ച് പറയാം, വില്യൂ ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് അനുവദിക്കാവോ എന്ന് തിരിച്ചും ചോദിക്കാം. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. പക്ഷേ നമ്മൾ റൂള് ഇതാണ്, ഇത് പഠിച്ചാൽ മതി. ലെറ്റ് മീ വരുമ്പോൾ വില്യൂ ആണ് അതിൻ്റെ മെയിൻ റൂള്. പറയണോ? ഒന്നുകൂടെ പറയാം, സമയം പെട്ടെന്ന് ഓടിച്ച് പറയാം എന്തൊക്കെ ആണ് നമ്മളൊന്ന് പറഞ്ഞതെന്നുള്ളത്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്, അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, ഈ പറഞ്ഞ ഏതൊരു സെൻറ്റൻസോ അതല്ല ഇമ്പറേറ്റീവ് സെൻറ്റൻസും ആകാം. ഈ സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ അത് അതിൻ്റെ എൻഡിലാണ് കൊടുക്കുന്നത്. അപ്പം ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഷീസ് സിംഗർ. അതൊരു സെൻറ്റൻസ് അസർട്ടീവ് ആണോ ഏതാണ് ഇമ്പറേറ്റീവ് ആണോ എന്ന് നോക്കുക. അപ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും നോക്കണം. അപ്പം പോസിറ്റീവ് തന്നിരിക്കുന്നെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കുക. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് കൊടുക്കുക. എക്സാമ്പിൾ ഇവിടെ ആണ്, ഷീ ഈസ് എ ഡാൻസർ, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ നമ്മൾ നെഗറ്റീവ് ടാഗ് ഈസ് ഇൻ ഷീ ഇട്ടു. ഷീ ഈസ് നോട്ട് എ ഡാൻസർ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ടാഗായ ഈസ് ഷീ കൊടുത്തു. അപ്പം ഫസ്റ്റ് പോയിൻ്റ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പഠിക്കുക. 2, അസർട്ടീവ് ആണോ ഇമ്പറേറ്റീവ് ആണോ സെൻറ്റൻസ് പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു കുറേ എക്സാമ്പിൾ, അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആ സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു. ഷീ ഈസ് എ സിംഗർ, ഷീ ഈസ് എ ഡാൻസർ, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സെൻറ്റൻസുകളാണ്. ദെൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കമാൻഡോ അല്ലെങ്കിൽ റിക്വസ്റ്റോ ആയിരിക്കും. ക്ലോസ് ദ ഡോർ, ബ്രിങ് മീ എ പീസ് ഓഫ് ചോക്ക്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, അങ്ങനെ പറയുന്നതാണ് ഇമ്പറേറ്റീവ്. പിന്നെ പറഞ്ഞു ഓക്സിലറി വെർബ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓക്സിലറി വെർബ് എല്ലാം പഠിച്ചു വെക്കണം. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഇത്രയും പഠിക്കുക. അതല്ലാതെ ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, നീഡ്, മസ്റ്റ്, ഡെയർ, ഓട്ട് ടു, യൂസ് ടു, ഇത്രയും സംഭവങ്ങൾ പഠിച്ചു വെക്കുക. നീഡ്, മസ്റ്റ്, ഡെയർ, ഓട്ട് ടു, യൂസ് ടു. ഈ ടു വരുന്ന സംഭവം 2 ഉണ്ട്. ഓട്ട് ടു, യൂസ് ടു, നീഡ്, മസ്റ്റ്, ഡെയർ. യു മസ്റ്റ് നീഡ്, അത് ഓർത്താൽ യു മസ്റ്റ് നീഡ് എന്ന് പറയത്തില്ലേ. അപ്പം മസ്റ്റ്, നീഡ്, ഈ പറഞ്ഞ സാധനം കണ്ടാൽ ഓർത്തോണം അത് ഓക്സിലറി വെർബാണ്. അവിടെ ചിലപ്പോൾ ഈ നീഡോ മസ്റ്റോ ഡെയറോ ആയിരിക്കും തന്നേക്കുന്നത്, അത് ഓക്സിലറി വെർബാണെന്നുള്ള ബോധം ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ സാധനം ഓക്സിലറി വെർബ്. അപ്പോൾ അത്രയും സംഭവം പഠിച്ചിട്ട് അടുത്ത പോയിൻ്റ്, ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യല്ലേ. ഇപ്പോൾ ഈസിൻ്റെ ഇറ്റ്, ആറിൻ്റെ ദേ, ആമൈ ഉള്ളതിന് അവിടെ ക്യാപിറ്റൽ പാടില്ല, സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, 0.5 ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ടാഗിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകണം. അടുത്തത് എക്സാമ്പിൾ, ഷീസ് എ സിംഗർ, നമുക്കൊന്നും അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ദെൻ സ്റ്റെപ്പ് ഓർക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, സെൻറ്റൻസ് ടൈപ്പ് ഏതാണ്, ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടോ നോക്ക്. തന്നിട്ടില്ലെങ്കിൽ മെയിൻ വെർബ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓക്സിലറി കണ്ടുപിടിക്കണം. അതുപോലെ അതിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് യൂസ് പ്രോനൗൺ. സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഉള്ള പ്രോനൗൺ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ആഡ് ചെയ്യണം. അതായത് ഈ തന്നിരിക്കുന്ന ഈസ് എന്നുള്ളത് ഓക്സിലറിയാണ്, നോട്ട് എന്നുള്ളത് തന്നെയാണ് ഈ എൻ അപ്പോസ്ട്രോഫീസ് ടി ഇട്ടേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഷീ അല്ലെങ്കിൽ ഹീ എന്ന് കൊടുക്കുന്നത് അതാണ് പ്രോനൗൺ. ദെൻ ഹീ ഹാസ് കംപ്ലീറ്റഡ് ഈസ്, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഹാസ് ഉപയോഗിച്ചുള്ളത്, ഹാസിൻ്റെ ഹീ വന്നു. AR റഹ്മാൻ വന്നപ്പോൾ അവിടെ ഈസിൻ്റെ ഹീ ആയി. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാം. ദെൻ ഐ കുഡ് റൺ, കുഡ് വരുന്ന നോക്കിക്കോണം, കുഡ് ഓക്സിലറി വന്നു, അപ്പോൾ കുഡിൻ്റെ ആയി. ദെൻ അവിടെ ഐ വന്നുകൊണ്ട് ഐ പ്രോനൗണായിട്ട് വന്നു. ദേ വന്നപ്പോൾ ആറിൻ്റെ ദേ വന്നു. ദെൻ നിജോ ഒരാളുടെ പേര് വന്നു, അപ്പം സ്റ്റഡീസ് ഇംഗ്ലീഷ്, സ്റ്റഡീസ് വന്നപ്പോൾ അവിടെ നമുക്ക് ഓക്സിലറി ഇല്ല. അപ്പോൾ സ്റ്റഡി കണ്ടുപിടിക്കാനുള്ള പരിപാടി നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ മെയിൻ വെർബായ സ്റ്റഡിയെ വെടിവെച്ച് വീഴ്ത്തുക, എന്നിട്ട് 3 മുറിച്ച് പഠിക്കുക. അതായത് ഡു പ്ലസ് സ്റ്റഡി, ഡസ് പ്ലസ് സ്റ്റഡി, ഡിഡ് പ്ലസ് സ്റ്റഡി. ഡു പ്ലസ് സ്റ്റഡി സ്റ്റഡിയാണ്, ഡസ് പ്ലസ് സ്റ്റഡി സ്റ്റഡീസാണ്. അപ്പോൾ അത് ഓർത്തോണം, ഡസ് വരുമ്പോൾ ഓർത്തോണം ES വന്നു, അപ്പോൾ സ്റ്റഡീസ് വന്നു. മനസ്സിലായില്ലേ? ഡസ് സ്റ്റഡീസ്, അതാണ് എൻ്റെ ഒരു ക്ലൂ. അതാണ് ഡു വെറും ഡു ആണ്, അപ്പോൾ സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ DOES ഡസ് വന്നപ്പം അവിടെ ES അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്റ്റഡി, ഇപ്പോൾ മെയിൻ വെർബ് സ്റ്റഡി. ഇപ്പോൾ വേറെ എക്സാമ്പിൾ ഇവിടെ റൈറ്റ് ആയിരുന്നെങ്കിലോ, റൈറ്റ് ആയിരുന്നെങ്കിൽ അവിടെ ES ചേർക്കും. റൈറ്റ്സ് എന്നുള്ളത് വരും. മനസ്സിലായില്ലേ? ഡു പ്ലസ് റൈറ്റ്, റൈറ്റ്, ഡസ് പ്ലസ് റൈറ്റ്, റൈറ്റ്സ് അല്ലേ? ഡിഡ് പ്ലസ് റൈറ്റോ, റോട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയാലും മെയിൻ വെർബ് സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചു.
അത് വെച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഡസ് പ്ലസ് സ്റ്റഡീസാണ് ആ സംഭവം നമ്മളവിടെ എടുത്തു. അപ്പോൾ ഡസ് ഇവിടെ എഴുതും, ഡസിൻ്റെ ഹീന്നാക്കി. അപ്പോൾ അത് ശരിയാക്കി. പിന്നെ നമ്മൾ അതിൻ്റെ വേറൊരു എക്സാമ്പിൾ നോക്കി. വി പ്ലേ ഫുട്ബോൾ, അവിടെ നമ്മൾ പ്ലേ ഉള്ളൂ. അപ്പോൾ ഡു പ്ലസ് പ്ലേ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡു വന്നു, ഡോൺ വി എന്ന് പറഞ്ഞു. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞു 2 പേര് വരുമ്പോൾ, 2 പേര് വന്നുമ്പോൾ അവരെ നമ്മൾ ദേ എന്ന് പറയും. അപ്പോൾ അവിടെ ദേ ആഡ് ചെയ്യുക, അതായത് ദേ ആണ് പ്രോനൗൺ. അപ്പോൾ നമുക്ക് അവിടെ പിന്നെ മുമ്പ് ഏതുപോലെ വർക്കിനെ എടുക്കുക, എന്നിട്ട് ഡോൺ ദേ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ. ദെൻ മീന ആൻഡ് ഹെർ മദർ വെൻറ്റ് ടു മുംബൈ, അവിടെ വെൻ്റ് ആണ് നമ്മുടെ മെയിൻ വെർബ്. അപ്പോൾ ഗോസ് വെൻറ്റ്, അപ്പോൾ അവിടെ ഡിഡ് വന്നു. പിന്നെ മീന ആൻഡ് ഹെർ മദർ എന്ന് പറയുമ്പോൾ 2 പേര് വന്നു, അവിടെ ദേ ഇട്ടു. ദെൻ ഇനി ഇറ്റ് വെച്ചുള്ളത്, ഇറ്റ് പ്രോണൗൺ വരുന്ന സ്റ്റെപ്പ് നോക്കുക. ഇറ്റ് വരുന്നിടത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ദിസ് ദാറ്റ് എ ലിറ്റിൽ ബേബി ചൈൽഡ്, എവറിതിങ് നത്തിങ് എനിതിങ് സംതിങ്, ഈ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ ഇറ്റ് ആഡ് ചെയ്യണം. അതായത് ദിസ് ദാറ്റ് എ ലിറ്റിൽ ബേബി ചൈൽഡ്, ഇതെല്ലാം നമ്മുടെ സബ്ജക്റ്റായിട്ട് വന്നാൽ പ്രോനൗൺ ഇറ്റ് ആയിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞ ഒരു നിയമം. ഇനി നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, രണ്ടാമതൊന്നുകൂടെ പറഞ്ഞതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ അത് വെച്ചുള്ള നെഗറ്റീവ് എന്നുള്ള എക്സാമ്പിളാണ്. ഐ ഹാർഡ്ലി വന്നു, അപ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവ് വന്നു, ഡു ഐ. ദെൻ നോബഡി പ്രസൻറ്റഡ് ഹിയർ. ഓക്കെ. ഡിഡ് പ്ലസ് പ്രസൻറ്റഡ് കണ്ടോ. അപ്പോൾ നോബഡി അവിടെ സബ്ജക്റ്റായിട്ട് വന്നു. നമ്മൾ പറഞ്ഞു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നോബഡി, നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ തന്നെ അത് സബ്ജക്റ്റായിട്ട് വന്നു. അപ്പോൾ ആ കേസാണ് നമ്മൾ പിന്നെ പഠിച്ചത്. യൂസിങ് ദേ ആസ് പ്രോണൗൺ. ദേ വരുന്നതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, പിന്നെ വൺ വെച്ചുള്ള എവരി വൺ, സം വൺ, എനി വൺ, നോ വൺ, അങ്ങനെ കുറേ വൺ വെച്ചുള്ള വാക്കുകളും, പിന്നെ എവരിബഡി, കുറേ കുറേ ബോഡിയുള്ള ആളുകളെ പഠിച്ചു. എവരിബഡി, സംബഡി, നോബഡി, എനിബഡി, പിന്നെ കുറേ ദം വരുന്ന ആൾക്കാർ, ദം, ഓൾ ഓഫ് ദം, സം ഓഫ് ദം, നൺ ഓഫ് ദം, അതാണ് ദേ വെച്ചുള്ള വരുന്നത്. ദെൻ ഐ ആം വെച്ചുള്ള വാക്ക്, ഐ ആം എ ഡാൻസർ അല്ലെങ്കിൽ ഐ ആം നോട്ട് എ ഡാൻസർ, അത് വരുമ്പോൾ ഐ ആം യൂസ് ചെയ്യേണ്ട റൂള് പഠിച്ചു. പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ഐ ആം വരുന്നതെങ്കിൽ ടാഗ് നെഗറ്റീവായി വരുമ്പോൾ ആറിൻ്റെ ഐ എന്നേ പറയൂ, ആറിൻ്റെ ഐ. അപ്പോൾ ഐ ആം നെഗറ്റീവ് സെൻറ്റൻസിലാണെങ്കിൽ ടാഗ് ആമൈ ആയിരിക്കും, അത് നമ്മൾ പറഞ്ഞു. ഇനി എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഐ ആം എ ഡാൻസർ, ആറിൻ്റെ ഐ. അവിടെ ആമിൻ്റെ ഐ എന്ന് പറയത്തില്ല, ഓർത്തോണം. ആമിൻ്റെ ഐ എന്ന് പറയത്തില്ല, ആമൈ എന്ന് പറയാം. ആമൈ വരുന്നത് സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിലാണ്. ഓക്കെ. ദെൻ ലെറ്റ്സ് വന്നു, ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ബാധകമല്ല. ഇയാൾ വലിയ പുള്ളിയാണ്, അപ്പോൾ ഇയാൾക്ക് നിയമമൊന്നും ബാധകമല്ല. ഇങ്ങനെ തോന്നിയ പോലെ നടക്കുന്ന ഒരു ഗുണ്ടയാണ്. അപ്പോൾ ലെറ്റസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഷാൽ ബി ആണ്. പോസിറ്റീവോ നെഗറ്റീവോ സെൻറ്റൻസ് ആയിക്കോട്ടെ, അതൊന്നും ഇയാൾക്ക് വിഷയമല്ല. ഇയാൾ ഗുണ്ടയാണ്, നമ്മുടെ എന്താ പറയുന്നത്, അധോലോകമാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഇതൊന്നും വിഷയമല്ല, ബാധകമല്ല. അങ്ങനെ ഒരാളും കൂടെ നമുക്കുണ്ട്. അപ്പം ഒരാളാണിത് ലെറ്റസ്. അപ്പോൾ ലെറ്റസിന് ഷാൽ വി തന്നെ യൂസ് ചെയ്യണം. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, ഷാൽ വി. ലെറ്റസ് ഫൈൻഡ് ദ സൊല്യൂഷൻ, ഷാൽ വി. ഓക്കെ. ദെൻ യൂസിങ് വൺ വരുമ്പോൾ ഒരു കക്ഷിയുണ്ട്, അയാൾ ഒരേ ഒരാളാണ്, അയാൾ ഇച്ചിരി വലിയ പുള്ളിയാണ്. അപ്പോൾ നമ്മളോട് വൺ കൊടുക്കുക, അതായത് പ്രോനൗൺ ആയിട്ട് വൺ തന്നെ വരണം. അപ്പോൾ അവിടെ വൺ നീഡ് നോട്ട് ടു ബി ടു ഇന്നസെൻറ്റ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, നോട്ട് വന്നിട്ടുണ്ട്, നെഗറ്റീവാണ്. നീഡാണ് ഇവിടുത്തെ ഓക്സിലറി. നമ്മൾ പഠിച്ചതിനകത്ത് ഉണ്ടല്ലോ, നീഡ്, മസ്റ്റ്, ഓട്ട് ടു, കുറേ പറഞ്ഞില്ലേ, അതെല്ലാം ഓക്സിലറി ആയിട്ട് പറഞ്ഞത്. അപ്പോൾ അത് നീഡാണ്. അപ്പോൾ നീഡ് വണ്ണ് ആൻസർ വന്നു. ദെൻ വൺ ഷുഡ് ഒബൈ വൺസ് ഓൺ പേരൻറ്റ്സ്. പിന്നെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കുമ്പം ടാഗ് തന്നിട്ടുണ്ടാവും. ചിലപ്പം അവിടെ ഓക്സിലറി അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എവിടെയെല്ലായിരിക്കും മിസ്സായി കിടക്കുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങൾ എഴുതുമോ? ദെൻ ദേർ വെച്ചുള്ളത്, ദേർ വരുമ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ ഓക്സിലറി നോക്കുക, ദേർ വരുന്നിടത്ത് നമ്മൾ പ്രോണൗൺ ദേർ തന്നെ യൂസ് ചെയ്തു. ദെൻ അടുത്ത ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇമ്പറേറ്റീവ് വരുമ്പം ഇമ്പറേറ്റീവാണ്, അതായത് കമാൻഡോ റിക്വസ്റ്റോ ആണ്. അവിടെ നമ്മൾ റൂള് പറഞ്ഞു, 2 കാര്യമുണ്ട്. ഒന്ന് വില്ല് ഉപയോഗിച്ച് പറയാം, അത് ഈ പറഞ്ഞ അധോലോകമാണ് ഇമ്പറേറ്റീവിന്. അവർക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒരു വിഷയമല്ല. നല്ല ആളാണെന്നോ ചീത്ത ആളാണെന്നോ ഒരു ചിന്ത പോലും ഇല്ല, തട്ടിയേക്കും. അത്ര ക്രൂരന്മാരാണ് ഇമ്പറേറ്റീവ്. അതുപോലെ മറ്റേ ആൾ ലെറ്റേഴ്സിൻ്റെ കാര്യം അതുപോലെ അധോലോകമാണ്. അമ്മമാർക്ക് നല്ല ആളും ചീത്ത ആളെന്നോ ഒരു വിഷയമൊന്നുമില്ല, അമ്മമാർ വീശിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നോക്കണം, അങ്ങനെ ഓർത്താൽ മതി, എന്തെങ്കിലും പഠിക്കാൻ എളുപ്പമുള്ളൂ. വില്ല് വരുന്നത് ഓർത്തോണം. വെറും നമ്മൾ ക്ലോസ് ദ ഡോർ,
ചുമ്മാ അങ്ങ് പറയാം വാലടയ്ക്ക് പോയി വാലടയ്ക്ക്, ഇനി മേലെ ആവർത്തിക്കരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു എന്തോ ഒരു അധികാരം ഒരു ധിക്കാരമൊക്കെ വെച്ച് എന്താ പറയുന്നത്, അതൊരു മാനേഴ്സ് അല്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. ഇംഗ്ലീഷിൽ അതൊക്കെ ഒരു ഇതല്ല. അപ്പം അവിടെ നമ്മൾ വില്യു യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ദയവായ കതകൊന്ന് അടയ്ക്കാമോ, പ്ലീസ് ക്ലോസ് ദ വിൻഡോ അല്ലെങ്കിൽ പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് ചോദിക്കുമ്പം അവിടെ നമ്മൾ വോണ്ട് യു വരുന്നു. അത് അധോലോകം തന്നെ, രണ്ടുപേരും അധോലോകമാണ്. പക്ഷേ ഇവ ഇച്ചിരി ഒരു മര്യാദയുള്ള അധോലോകമാണ്, മര്യാദയുള്ളൊരു അണ്ടർവേൾഡ് പാർട്ടിയാണ് ഈ വോണ്ട് യു വരുന്നത്. അതായത് പ്ലീസ് ക്ലോസ് ദ ഡോറും അല്ലെങ്കിൽ പ്ലീസ് ആ ഒരു സംഭവം മനസ്സിലായി, നിങ്ങൾക്ക് സംഗതി മനസ്സിലായാൽ മതി. ഇങ്ങനെയൊക്കെ പഠിച്ചാലേ നമുക്ക് തല നിൽക്കൂ സാധനം. ഇത് ക്ലിയറായോ? ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. രണ്ട് അധോലോകം ഉണ്ട്. രണ്ടാമത്തെ അധോലോകം ഏത്? ആദ്യത്തെ അധോലോകം ലെറ്റസാണ്, അവന് ഒരു തരത്തിലും കിട്ടത്തില്ല. ഈ ഇമ്പറേറ്റീവിലെ അധോലോകം പിന്നെ 2 ടൈപ്പുണ്ട്, മനസ്സിലായില്ലേ? ഒന്നാമത്തെ ഇച്ചിരി ക്രൂരനാ, വില്യു പറയാം, അത് ക്ലോസ് ദ ഡോർ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ആ ക്രൂരമായിട്ട് തന്നെ സംസാരിക്കും, അതാണ് വില്യു വെച്ചുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ടൈപ്പ് ഇച്ചിരി പാവമാണ്, പ്ലീസ് ക്ലോസ് ദ ഡോർ വിൻഡോ എന്നൊക്കെ പറയും, ദയവായിട്ടെന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാം, അതാ വോണ്ട് യു വെച്ചുള്ളത്. ദെൻ സെൻറ്റൻസ് ഷോസ് ഇമ്പേഷ്യൻസ്, അത് ഇമ്പറേറ്റീവിൻ്റെ ബാക്കിയായിട്ട് പറയാം, ഇമ്പേഷ്യൻസ് ആയിട്ട്. അത് നമ്മൾ സഹിയായിട്ട് ഗതിയായിട്ട് പിന്നെ പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല, കിളി പറക്കും, അതുപോലുള്ള വർത്തമാനം പറയുന്നത്. സ്റ്റോപ്പ് ദിസ് നോൺ സെൻസ്, കാണ്ട് യു, അപ്പോൾ കാണ്ട് യു ആണ് വരുന്നത്, കാണ്ട് യു. ഷട്ട് യുവർ മൗത്ത്, കാണ്ട് യു. ഇങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോൾ ഓർത്തോണം കാണ്ട് യു ആണ്, കാണ്ട് യു. ക്യാൻ യു എന്നുള്ള കാണ്ട് കനോട്ട്, മനസ്സിലായില്ലേ? ദെൻ ലെറ്റ് അസ് ആൻഡ് ലെറ്റ് മീ, അത് നമ്മൾ എല്ലാത്തിനും. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ. അപ്പം ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു. ഓക്കെ, ഇനി എക്സാമിന് കാണാം, അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും, ഓൾ ദ ബെസ്റ്റ്. നല്ല മാർക്ക് മേടിക്കുക, നന്നായിട്ട് എഴുതുക, നല്ല